ഇവിടെ വിപുലം പഞ്ചോളി എന്ന വ്യക്തി സുപ്രീം കോടതി ജസ്റ്റിസ് ആയതിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കിടക്കുന്നത്. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്തിന് 3 ജഡ്ജിമാരെന്ന പ്രാതിനിധ്യം, കേരളം പോലുള്ള സദൺ സ്റ്റേറ്റുകൾക്ക് 1 ജഡ്ജ് എന്ന കണക്ക്, ഈസ്റ്റിലുള്ള മിസോറാം, മേഘാലയ ആ സംസ്ഥാനങ്ങളിലേക്ക് 1 ജഡ്ജിമാർ വേണ്ട എന്നുള്ളൊരു പ്രാതിനിധ്യം, KM ജോസഫിൻ്റെ നിയമനത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രി എടുത്ത നിലപാടിലെ ഇന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ നിയമനത്തിലുള്ള നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യം, അവരെടുത്ത നിലപാടിനെ അവർ തന്നെ ഇതാക്കുന്നത്. എന്തിനാണ് ഈ മുൻകാലങ്ങളിൽ നോക്കി പോന്നിരുന്ന മാനദണ്ഡങ്ങൾ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രമേൽ മാറ്റിയത്? 56 ജഡ്ജിമാരെ സീനിയോറിറ്റി മറികടന്നിട്ടുള്ള നിയമനങ്ങൾ, ഇതെല്ലാം ജുഡീഷ്യറിയുടെ വിപരീത ഫലം ഉണ്ടാക്കുമെന്ന നാഗരത്നയുടെ ആർഗ്യുമെൻറ്റിനോട് സമ്മതിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഈ ഒരു ഡിസെൻഡിങ് ഒപ്പീനിയൻ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറയാൻ നാഗരത്ന കാണിച്ച ധൈര്യം, അതെല്ലാം സമ്മതിച്ചു പോകേണ്ടതാണ്.